കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. കാളികാവിലെ 2 പാലങ്ങളും മാലിന്യ നിക്ഷേപ കേന്ദ്രം. ചെത്തുകടവ് പാലത്തിന് താഴെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിൽ തള്ളിയ നിലയിൽ. കടകളിൽ നിന്നും അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളാണ് പുഴയിൽ തള്ളി വെള്ളം മലിനമാക്കിയത്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പിടികൂടി ശിക്ഷിക്കണമെന്നും CCTV സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാളികാവില് നമുക്ക് ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാം. കാളികാവില് സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ പൊതു ഇടങ്ങൾ, പ്രത്യേകിച്ച് പറയേണ്ടത് അങ്ങാടികളിലെ ഡ്രൈനേജുകൾ, അതുപോലെ 2 പാലത്തിന്റെ ഓരം ചേർന്നില്ല പുറമ്പോക്ക് ഭാഗങ്ങൾ, പുഴ അടക്കമുള്ള വെള്ളത്തിലടക്കം വളരെ കൂടിയ തോതിലാണ് വേസ്റ്റ് വന്നു അടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ചെന്ന് കാണേണ്ടതുണ്ട്. നമ്മൾ ഈ വീഡിയോ, ഈ വാർത്ത കേൾക്കുന്നതിലുപരിയായിട്ട് നേരിട്ട് സന്ദർശിച്ച് നമ്മൾ കാളികാവിലെ പരിസരവാസി എന്ന നിലക്ക് നമ്മുടെ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടവർ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും അത് പോയിട്ട്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളെ ഈ കാര്യം നേരിട്ട് പോയി കാണേണ്ടതില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ, കാരണം ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന കാളികാവ് ജംഗ്ഷനിലും പിന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, അവരുടെ വലിയ തോതിലുള്ള വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതുപോലെ അവരുടെ ബാക്കി ഭക്ഷണം, പിന്നെ മറ്റു വസ്ത്രം അടക്കമുള്ള എല്ലാ നിത്യോപയോഗമായിട്ടുള്ള ബന്ധപ്പെട്ട വേസ്റ്റുകൾ അവർ പുഴയിലേക്കാണ് ഓരോ ദിവസവും തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തെരുവ് കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ മുഴുവനായിട്ട് അതൊന്നും ഹരിതസേന ശേഖരിക്കുന്നില്ല. കാരണം ശേഖരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും, അതിനെ സമ്പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇത് വളരെ ഗൗരവമാണ്. കാരണം കാളികാവ് പുഴ എന്ന് പറയുന്ന പോലെ ഇന്ന് സമ്പൂർണ്ണമായിട്ട് മലിനീകരിച്ച് ഗ്രേ വാട്ടർ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. വെള്ളം ഗ്രേ വാട്ടറിന്റെ സ്ഥിതിയിലേക്ക്, ഈ സീവേജ് വേസ്റ്റിന് തുല്യമായിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ്. കാളികാവ് പുഴയിൽ പോക്ക് പോയി കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് പുഴയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത, വെള്ളം ഒരു കൈകൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിൽ അത്രയും വൃത്തിഹീനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെത്തുകടവ് പാലത്തിന് സമീപം പുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങളും കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാണ്. വാഹനം പാലത്തിൽ നിർത്തി പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ ഈ സ്ഥലത്ത് CCTV സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം പുഴയിൽ തള്ളിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.